ഓരോ വൈകുന്നേരവും നഗരത്തിലെ ചില്ലുജാലകങ്ങളിൽ സൂര്യൻ ഉരുകിയൊലിക്കുമ്പോൾ ലിയ വിന്റേഴ്സ് താൻ ജോലി ചെയ്യുന്ന മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് ഒരേ വഴിയിലൂടെ എന്നും വീട്ടിലേക്ക് നടന്നു. കാതിൽ ഹെഡ്ഫോണുകൾ തിരുകി മുന്നോട്ട് കണ്ണും നട്ട് ഒരിക്കലും നിലയ്ക്കാത്ത ആൾക്കൂട്ടത്തിനിടയിലെ നിശബ്ദയായ ഒരു യാത്രക്കാരിയായിരുന്നു അവൾ. എന്നാൽ ആ ദിവസം ഒരു സാധാരണ ചൊവ്വാഴ്ച അവൾ അവനെ കണ്ടു. ആഷ്മിയർ റവന്യൂവിന്റെ മൂലയിൽ സബ്വേ പടവുകൾക്ക് സമീപം ആരും സന്ദർശിക്കാത്ത ഒരു പഴയ പുസ്തകക്കടയുടെ തണുത്ത ഇഷ്ടിക ചുവരിലേക്ക് ചാരി അവനിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, നരകയറിയ മുടി, ഒരു പഴയ തൊപ്പിക്കുള്ളിൽ ഒളിപ്പിച്ച കണ്ണുകൾ. അവനു മുന്നിൽ ഒരു ലോഹപാത്രം. ആളുകൾ നടന്നു നീങ്ങി. ആരും എവിടെയും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ലിയയും നിൽക്കുമായിരുന്നില്ല. എന്നാൽ വിചിത്രമായ എന്തോ ഒന്ന് അവൾ ശ്രദ്ധിച്ചു. ആ മനുഷ്യൻ പണം ചോദിക്കുന്നുണ്ടായിരുന്നില്ല. നീട്ടിയ കൈകളോ ദയനീയമായ വർത്തമാനങ്ങളോ ഇല്ല. തെരുവിനെ നോക്കി നിശബ്ദനായി അനങ്ങാതെ അവനിരുന്നു. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. ഒരു നിമിഷം ലോകം മങ്ങിയതുപോലെ. കാറുകൾ, സംസാരങ്ങൾ, തണുത്ത കാറ്റ് എല്ലാം മാഞ്ഞുപോയി. അവന്റെ നോട്ടം ദയനീയമായിരുന്നില്ല. അത് എല്ലാം അറിയുന്നത് പോലെയുള്ള ആഴമേറിയ വല്ലാത്തൊരു പരിചയം തോന്നുന്ന നോട്ടമായിരുന്നു. ലിയ ഭയന്ന് വേഗത്തിൽ നടന്നു നീങ്ങി. എന്നാൽ ആ മൂല തിരിയുമ്പോൾ വളരെ പതുക്കെ പരുക്കൻ ശബ്ദത്തിലുള്ള ഒരു മന്ത്രം പോലെ എന്തോ ഒന്ന് അവൾ കേട്ടു. ആ നാണയം നഷ്ടപ്പെടുത്തരുത്. അവൾ മരവിച്ചുപോയി. തിരിഞ്ഞു നോക്കി. ആ മനുഷ്യൻ തല കുനിച്ച് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ത് നാണയം? അവൾ ചിന്തിച്ചു. അവളുടെ വിരലുകൾ കോട്ടിന്റെ പോക്കറ്റിൽ തങ്ങി. അവിടെ മുമ്പില്ലാതിരുന്ന എന്തോ ഒന്നിരിക്കുന്നു. ചെറിയ ഭാരമുള്ള ഒരു വസ്തു. അവൾ അത് പുറത്തെടുത്തു. അതൊരു പഴയ പിച്ചള നാണയമായിരുന്നു. അതിൽ അവൾക്ക് അപരിചിതമായ ഒരു ചിഹ്നം കൊത്തിയിരുന്നു. ഒരു കണ്ണിന് ചുറ്റും സൂര്യരശ്മികൾ. തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ അത് പുതുതായി നിർമ്മിച്ചതുപോലെ തിളങ്ങി. എന്നാൽ തൊടുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കം തോന്നിപ്പിച്ചു. ലിയയുടെ ഹൃദയമിടിപ്പ് കൂടി. ഇതെന്താ? തെരുവിലെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്ന ആ മനുഷ്യൻ പിന്നെ അവളെ നോക്കിയതേയില്ല. അന്ന് രാത്രി ആ നാണയം അവളുടെ കിടക്കയ്ക്കരികിലുള്ള മേശപ്പുറത്ത് കിടന്നു. മണിക്കൂറുകളോളം അവൾ അതിലേക്ക് നോക്കിയിരുന്നു. ആ കണ്ണുകൾ, അതിലെ നിശബ്ദമായ ശക്തി, ആ ശബ്ദത്തിലെ വിചിത്രമായ മുന്നറിയിപ്പ് അവൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഉറങ്ങിയപ്പോൾ അവൾക്ക് വിശദീകരിക്കാനാകാത്ത ദൃശ്യങ്ങൾ സ്വപ്നങ്ങളിൽ നിറഞ്ഞു. ഒരു കുട്ടിയുടെ ചിരി, പുകപടലങ്ങൾക്കിടയിലൂടെ നീളുന്ന ഒരു കൈ, അവൾക്ക് അറിയാത്ത ഭാഷയിൽ കരയുന്ന ഒരു സ്ത്രീ.